الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم في العالمين إنك حميد مجيد يا أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس أوصيكم عباد الله أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اقرأ باسم ربك الذي خلق الإنسان من علق اقرأ وربك الأكرم الذي علم بالقلم علم الإنسان ما لم يعلم صدق الله العلي العظيم. ഏറെ പ്രിയം നിറഞ്ഞ വിദ്യാർത്ഥിനികളെ, സഹപാഠികളെ, സഹാധ്യാപകരെ, സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു തആല നാം ഏവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾക്ക് സമ്പൂർണ്ണ മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാനിൽ നമ്മൾ ചെയ്തിരിക്കുന്ന അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റമദാനിലെ അവസാനത്തെ 10ലേക്ക് നമ്മൾ കടന്നിരിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയായിരിക്കാം. ഇതുപോലൊരു അവസരം ഇനി കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ അവസാനത്തെ അവസരമായിരിക്കാം. ഇനി അടുത്തൊരു റമദാനിൽ നമ്മൾ ഉണ്ടാവുമോ എന്ന് നമുക്ക് അറിയില്ല. നമ്മുടെ കൂടെ കഴിഞ്ഞ റമദാനിൽ ഉണ്ടായിരുന്ന പല ആളുകളും ഇന്ന് ഇവിടെ ഇല്ല. അതേപോലെ പല വിധത്തിലുള്ള അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകിയ ആളുകളുണ്ട്. പല വിധത്തിലുള്ള അസുഖങ്ങൾ കാരണം പള്ളിയിൽ എത്തിച്ചേരാൻ കഴിയാത്തവരുണ്ട്. ഒരുപക്ഷെ ഇത് നാളെ നമ്മളായിരിക്കാം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ആളുകൾ. എന്നാൽ കഴിഞ്ഞു പോയ 20 ദിനങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട്. പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ചത് കൊണ്ട് എന്ത് മാറ്റമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്? ഞാൻ ഒരുപാട് ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ട്, ഒരുപാട് നമസ്കാരങ്ങൾ നമസ്കരിച്ചിട്ടുണ്ട്. ഈ ഖുർആൻ പാരായണം എൻ്റെ ഹൃദയത്തിനെ ഏത് രീതിയിലാണ് മാറ്റിയിരിക്കുന്നത്? എൻ്റെ ആരാധനാ കർമ്മങ്ങൾ എൻ്റെ ശീലങ്ങളിൽ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? കഴിഞ്ഞ 11 മാസം ഉണ്ടായിരുന്ന അതേ ശീലങ്ങൾ തന്നെയാണോ ഈ റമദാനിലും ഇത്രയൊക്കെ നോമ്പ് നേരിട്ടിട്ടും ഇത്രയൊക്കെ നിസ്കരിച്ചിട്ടും ഖുർആൻ പാരായണം ചെയ്തിട്ടും എത്രയൊക്കെ നസീഹത്ത് ലഭിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ ശീലങ്ങളിൽ മാറ്റം വന്നിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ സഹാബികളോട് ചോദിക്കണ്ടേ, മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായ ആളുകളെന്ന്? നമുക്കറിയാം, നമ്മളും പറയുക പാപ്പരായവർ ആരാണെന്ന് ചോദിച്ചാൽ ദിർഹമോ ദീനാറോ ഇല്ലാതെ, പണമോ സമ്പത്തോ ഇല്ലാത്ത ആളുകളെയാണ്
നമ്മളും പാപ്പരായ ആളുകൾ എന്ന് പറയുക. സഹാബികളും പറഞ്ഞു ദീനാറോ ദിർഹമോ ഇല്ലാത്ത ആളുകളാണ് എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, അള്ളാഹുവിന്റെ അടുത്ത് പാപ്പരായ ആളുകൾ എന്ന് വെച്ചാൽ നമസ്കാരവും നോമ്പും സക്കാത്തും മറ്റ് ആരാധന കർമ്മങ്ങളുമായിട്ട് പരലോകത്തെത്തുകയും അത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുക. എത്ര നിർഭാഗ്യവാന്മാരായിരിക്കും അവർ. കാരണം ഇവിടെയൊക്കെ കഷ്ടപ്പെട്ട് സക്കാത്തും സദഖകളും സുന്നത്ത് നമസ്കാരങ്ങളും അതുപോലെ എല്ലാവിധ ആരാധന കർമ്മങ്ങളുമായിട്ട് അള്ളാഹുവിന്റെ കോടതിയിൽ ഹാജരാകുകയും അത് അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ കഴിയാതെ നരകത്തിലേക്ക് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ആളുകളായി പോവുക എത്ര വലിയ നഷ്ടകാരികളായിരിക്കും അത്തരക്കാർ. കാരണം നമസ്കാരവും നോമ്പുമൊക്കെ ആയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുകയും അത് സമർപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് ഓരോ ആളുകളായിട്ട് വരും. ഇവനെന്നെ ചീത്ത പറഞ്ഞിരിക്കുന്നു, ഇവനെന്നെ ശകാരിച്ചിരിക്കുന്നു, ഇവനെന്റെ രക്തം ചിന്തിയിരിക്കുന്നു, ഇങ്ങനെ ഓരോരുത്തരായി പരാതികളുമായിട്ട് വരും. അങ്ങനെ പരാതികളുമായി വരുമ്പോ അള്ളാഹു നീതിമാനാണ്. ആ നീതിയുടെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന്റെ അമലുകളൊക്കെ എടുത്ത് അവരോരോരുത്തർക്ക് കൊടുക്കും. അങ്ങനെ അവസാനം അമല് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അമലുകളൊക്കെ തീർന്നു പോയാൽ ആരാണോ പരാതിയുമായി വരുന്നത് അവരുടെ തെറ്റുകളെടുത്ത് ഈ വ്യക്തിയുടെ മേൽ ചാർത്തപ്പെടും. അങ്ങനെ നന്മകളൊന്നുമില്ലാതെ തുരിഹഫിന്നാർ ഇദ്ദേഹത്തെ നരകത്തിലേക്ക് എറിയുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. ഇത്രയൊക്കെ നോമ്പെടുത്തിട്ട് നമ്മുടെ ശീലങ്ങളിൽ മാറ്റം വന്നിട്ടില്ല എങ്കിൽ, നമ്മുടെ സംസാരത്തിൽ നമ്മൾ പറയുന്ന വാക്കുകളിൽ ആളുകളോടുള്ള പെരുമാറ്റത്തിൽ നമുക്കൊരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ നമ്മൾ ഇത്ര തന്നെ അമലുകൾ എടുത്തിട്ടും നമ്മൾ എന്ത് മാറ്റമാണ് ഉണ്ടാവുക, എന്ത് പ്രയോജനമാണ് നമുക്കുണ്ടാവുക? നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിലേക്ക് കയറുമ്പോൾ 3 വട്ടം ആമീൻ ആമീൻ എന്ന് പറയാറുണ്ടായി. അപ്പൊ സഹാബികൾ ചോദിച്ചു, പ്രവാചകരെ എന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയാനുണ്ടായത് എന്ന്. അപ്പോ 3 ആളുകൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ശാപ പ്രാർത്ഥന നടത്തിയെന്നത്. ഒന്നാമത്തെ വിഭാഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞത് പ്രായമായ മാതാപിതാക്കൾ ഉണ്ടായിട്ടും സ്വർഗം ലഭിക്കാത്ത നിർഭാഗ്യവാന്മാരെ കുറിച്ചാണ്. അവർക്കെതിരെ ശാപ പ്രാർത്ഥന ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. അതിനാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന്. രണ്ടാമത് ആമീൻ പറഞ്ഞത് റമളാൻ ഒരാളുടെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോവുകയും ആ റമളാൻ ഉപയോഗപ്പെടുത്താതിരിക്കുകയും ചെയ്ത ആളെ കുറിച്ച്. എത്ര നിർഭാഗ്യവാന്മാരാണ്. ഒരു റമളാൻ നമ്മളിലൂടെ കടന്നു പോയിട്ട് അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താത്ത ആൾ, അദ്ദേഹത്തിനെതിരെയുള്ള ശാപ പ്രാർത്ഥന പ്രാർത്ഥിച്ചു. അതാണ് ഞാൻ ആമീൻ പറഞ്ഞത് എന്ന്. മൂന്നാമത് ഈ നിസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ തികട്ടിയായി വരേണ്ടതുണ്ട്. അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്റുകൾ, ദുആകൾ, പ്രാർത്ഥനകൾ, ഖുർആൻ ആയത്തുകൾ, നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു നിൽക്കേണ്ടതുണ്ട്. പ്രവാചകന്റെ പേര് കേട്ടിട്ട് പോലും സലാത്ത് ചൊല്ലാൻ വിസമ്മതിച്ച, അതിനുപോലും കൂട്ടാക്കാത്ത, ശ്രദ്ധിക്കാത്ത ആളുകൾ, അവർക്കെതിരെയാണ് ശാപപ്രാർത്ഥന നടത്തിയിരിക്കുന്നത് എന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഹാജരാക്കപ്പെട്ടാൽ ഈ പറഞ്ഞ പാപ്പരായ ആളുകളുടെ കൂട്ടത്തിലാണോ നമ്മൾ ചെന്നെത്തുക? എന്റെ സംസാരം കൊണ്ട്, എന്റെ പെരുമാറ്റം കൊണ്ട്, എന്റെ ചൈതികൾ കൊണ്ട് എന്റെ അമലുകളൊക്കെ നിഷ്ഫലമായി പോകുന്ന, ഉപകാരപ്പെടാത്ത ആളുകളുടെ കൂട്ടത്തിലാണോ ഞാൻ ചെന്നെത്തുക എന്ന് നാം ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീനുൽ അഖ്ൽ, ബുദ്ധിയുടെ മതമാണ് ഇസ്ലാം. ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം ബുദ്ധി ഉപയോഗിച്ച് ബുദ്ധിയെ ഉപയോഗപ്പെടുത്തുന്ന ആളാണ് മുസ്ലിം എന്ന് പറയുന്നത്. ഒരാൾ താൻ പ്രവർത്തിക്കുന്നതിന്റെ ഗുണദോഷങ്ങൾ മനസ്സിലാക്കിയിരുന്നു എങ്കിൽ, അവന്റെ പക്കലുള്ള അറിവ് യഥാർത്ഥ വിധത്തിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു എങ്കിൽ,
അവൻ തെറ്റുകൾ ചെയ്യുവാൻ മുതിരുമായിരുന്നില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അറിവുള്ളവൻ ചെയ്താലും അറിവില്ലാത്തവൻ ചെയ്താലും തെറ്റ് തന്നെയാണ്. ഇനി ഒരാൾ താൻ ചെയ്യുന്നത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയിട്ടും അതിന് ശിക്ഷ എത്രത്തോളം വലുതാണ് എന്ന് അറിയാതെയാണ് തെറ്റുകൾ ചെയ്യുന്നത് എങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. അറിയാതെ പറ്റിപ്പോയതാണ്, അറിയാതെ ചെയ്തു പോയതാണ് എന്ന് നമുക്ക് വ്യാഖ്യാനിക്കാൻ കഴിയും. തെറ്റുകളെ തെറ്റാണെന്ന് മനസ്സിലാക്കാനും അത് ചെയ്യാതിരിക്കാനും എന്നാൽ അയാൾ ശിക്ഷയ്ക്ക് അർഹനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. കാരണം ഒരാൾക്ക് യഹൂദ മതം സ്വീകരിക്കാൻ അവസരം ലഭിച്ചു, ആ അവസരം അയാൾ ഉപയോഗപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അയാൾ തെറ്റുകാരനാണ്. കാരണം അയാൾ അത് ഉപയോഗപ്പെടുത്തിയിരുന്നു എങ്കിൽ അയാൾക്ക് മനസ്സിലാകും അത് ശരിയായ മാർഗമല്ല എന്ന് മനസ്സിലാക്കുകയും യഥാർത്ഥ ദീനിലേക്ക്, യഥാർത്ഥ ബുദ്ധിയിലേക്ക്, യഥാർത്ഥ വിശ്വാസത്തിലേക്ക് അദ്ദേഹം കടന്നു വരുമെന്ന് നമുക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്നുണ്ട്. കാരണം തലബൽ ഇൽമു ശദീദ്, ഇൽമു അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അത് കഠിനമായതാണ്, പ്രയാസം നിറഞ്ഞതാണ്. വഹിഫുലുഹു അശദ്ദു മിൻ തലബിഹി, അത് സംരക്ഷിക്കുക എന്ന് പറയാം. ഇൽമു നേടിയ കാര്യം സംരക്ഷിക്കുക എന്ന് പറയുന്നത് അശദ്ദു മിൻ തലബിഹി, അത് അന്വേഷിക്കുന്നതിനേക്കാൾ എത്രയോ പ്രയാസം നിറഞ്ഞതാണ് എന്ന്. അമലു ബിഹി അശദ്ദു മിൻ ഹിഫ്ളിഹി, അത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് അത് സംരക്ഷിക്കുന്നതിനേക്കാൾ എത്രയോ പ്രയാസം നിറഞ്ഞതാണ്. വസലാമത്തു അശദ്ദു മിൻ തലബിഹി, അന്വേഷിച്ച അറിവ് കൊണ്ട് സമാധാനം കണ്ടെത്താൻ കഴിയുക എന്നത് അതിനേക്കാൾ പ്രയാസം നിറഞ്ഞതാണ്. അതുകൊണ്ടാണ് ഈ ഒരു മാസം, ഖുർആൻ ഇറങ്ങിയ മാസം, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, വായിക്കുക നിന്നെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നാമത്തിൽ. മനുഷ്യനെ ഒന്നുമല്ലാത്ത നിസ്സാര ഗണങ്ങളിൽ നിന്ന് മനുഷ്യനെ അവൻ സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് പറയാണ് മനുഷ്യനെ അറിയാത്ത പഠിപ്പിച്ചിരിക്കുന്നു. അല്ലദീ അല്ലമ ബിൽ കലം, അവനെ രേഖപ്പെടുത്താൻ പഠിപ്പിച്ചവനാകുന്നു അല്ലാഹു. അല്ലമൽ ഇൻസാന മാ ലം യഅലം, അവൻ അറിയാത്ത കാര്യങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, അറിവ് നൽകിയിരിക്കുന്നു, തിരിച്ചറിവ് നൽകിയിരിക്കുന്നു. മറ്റുള്ള ആളുകളെക്കാൾ ഒരു മുസ്ലിമിന് തിരിച്ചറിവ് നൽകിയ ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതാണല്ലോ ലൈലത്തുൽ ഖദ്ർ, 1000 മാസത്തേക്കാൾ ഉത്തമമായ രാത്രി. ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ, മനുഷ്യനെ അറിയാത്ത പഠിപ്പിച്ച രാത്രി. ആ ദിവസം ആരെങ്കിലും അമൽ ചെയ്താൽ, അള്ളാഹു അത് സ്വീകരിക്കുകയും ചെയ്താൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. ഇത്രയും ദിവസം നമ്മൾ നമസ്കരിച്ച നമസ്കാരങ്ങളിൽ ഏതെങ്കിലും ഒരു നമസ്കാരമെങ്കിലും അള്ളാഹു സ്വീകരിക്കുമോ? അള്ളാഹുവിന്റെ കോടതിയിൽ എന്റെ ഒരു നമസ്കാരങ്ങളും ന്യൂനതകളില്ലാത്ത ഞാൻ നമസ്കരിച്ചിട്ടുണ്ടോ? സ്വീകാര്യമായ ഒരു നമസ്കാരത്തിന്റെ പേരിലെങ്കിലും റയ്യാൻ എന്ന കവാടത്തിലൂടെ എന്നെ കടത്തിവിടുവോ അള്ളാഹു? ഒന്നുമില്ലെങ്കിൽ എനിക്ക് അഹ്റാഫ് എന്ന് പറയുന്ന സ്ഥലത്തെങ്കിലും എനിക്ക് സ്വർഗത്തിൽ ഇടം ലഭിക്കുമോ എന്ന് നാം ഒന്ന് ആലോചിക്കേണ്ടതുണ്ട്. ഇൽമിനെ പറ്റി, അറിവിനെ പറ്റി പറയുന്നത് ഒരാൾ മരണശേഷവും അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത 3 കാര്യങ്ങളെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണശേഷവും പ്രതിഫലം കിട്ടുന്ന കാര്യങ്ങളിൽ എണ്ണിയിരിക്കുന്നത്. ഒന്ന് സദഖത്തുൻ ജാരിയയാണ്, കൂടുതൽ കാലം നീണ്ടു നിൽക്കുന്ന ദാനധർമ്മങ്ങൾ. നമ്മൾ ഈ ഭൂമിയിൽ നമ്മൾ അടയാളപ്പെടുത്തി പോകുന്ന പല അടയാളങ്ങളിലൊന്ന്. 2, നമ്മൾ ആർജിച്ച ഇൽമ് യുൻതഫിഉ ബിഹി, അറിവ്, ഉപകാരപ്രദമായ അറിവ്. ആ അറിവ് ആരിലൂടെയൊക്കെയാണോ നമ്മുടെ മരണശേഷവും അവശേഷിക്കുന്നത്, ആരിലൂടെയാണോ നമ്മൾ ആ നല്ല കാര്യങ്ങളൊക്കെ അവശേഷിക്കുന്നത്, അതിന്റെ പ്രതിഫലം മരണശേഷവും നമുക്ക് ലഭിക്കുമെന്നുള്ളതാണ്. 3-മതായി നല്ലവരായ മക്കളെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ പോലുള്ള നല്ല മാതാപിതാക്കൾക്ക് ജനിച്ച മക്കൾ നമ്മൾ. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പള്ളിയിൽ ഒരുമിച്ച് കൂടാനും നമുക്ക് ഒരുപാട് തെറ്റുകൾ തിരുത്താനുമുള്ള അവസരങ്ങൾ അവൻ നൽകിയത്.
ഇതുപോലുള്ള സ്ഥാപനങ്ങൾ നമ്മൾ അള്ളാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കുന്ന ആളുകളാണ്. കാരണം ഇൽമന്വേഷിച്ച് വന്ന ആളുകളാണ് നമ്മൾ, അറിവന്വേഷിച്ച് വന്ന ആളുകളാണ് നമ്മൾ. അറിവന്വേഷിച്ച് വന്ന ആളുകൾക്ക് സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹു എളുപ്പമാക്കി കൊടുക്കുമെന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. മാലാഖമാർ, അള്ളാഹുവിന്റെ മലക്കുകൾ ചിറകുകൾ താഴ്ത്തി കൊടുത്ത് ഭൂമിയിലും ആകാശത്തിലുമുള്ള എല്ലാ വസ്തുക്കളും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ഗൗരവമായി അതിനെ കാണുന്ന ആളുകൾക്ക് അവന്റെ മാലാഖമാർ പ്രാർത്ഥിക്കുന്ന, ഭൂമിയിലുള്ള ഓരോ വസ്തുക്കളും അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, എന്തിനു പറയുന്നു, വെള്ളത്തിൽ അടിയിലുള്ള മത്സ്യങ്ങൾ വരെ അവന് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ്, പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് മുഫസ്സിരീങ്ങൾ പറയുന്നുണ്ട്. ഒരു മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്നത് 3 വിധത്തിലാണ്. എന്റെയും നിങ്ങളെയും കർമ്മങ്ങൾ രേഖപ്പെടുത്തുക 3 വിധത്തിലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഒന്ന്, നാം ചെയ്ത നന്മയും തിന്മയും, അത് നമുക്ക് സാധാരണ അറിയാവുന്നതാണ്. നമ്മൾ ചെയ്ത നന്മയും തിന്മയും അത് രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമതായി രേഖപ്പെടുത്തി വെക്കുന്നത് നാം ചെയ്ത നന്മയും തിന്മയും ഏതേത് കാലം വരെ, ഏതേത് സമുദായം വരെ നിലനിൽക്കുന്നുവോ എന്ന്. നാം ഒരു നന്മ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും അത് കാലങ്ങളും സമുദായങ്ങളും മാറിയട്ടെ ആ നന്മ നമ്മുടെ ലോകത്ത് അവശേഷിക്കുന്നുണ്ട് എങ്കിൽ ബർസഹിയായ ജീവിതത്തിലും നമുക്ക് എന്ത് ചെയ്യും, അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മളിലൂടെ ഒരു തിന്മയാണ് അങ്ങനെ പോകുന്നതെങ്കിലോ, നമ്മുടെ സംസാരത്തിൽ വന്നു പോയ പിഴവുകളിലൂടെ, നമ്മുടെ പള്ളിയിലുള്ള സംസാരങ്ങളിലൂടെ, മറ്റുള്ള കാര്യങ്ങളിലൂടെ നമ്മളിൽ നിന്ന് വന്നുപോയ ഒരു തിന്മയാണ് നമ്മുടെ അനിയന്മാർക്ക്, മറ്റുള്ള ആളുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതെങ്കിലോ നാം ആലോചിക്കേണ്ടതുണ്ട്. മൂന്നാമതായിട്ട് പണ്ഡിതന്മാർ അന്വേഷിക്കുന്നത് സ്വന്തം ശരീരത്തിലും ചുറ്റുപാടിലും പതിച്ച അടയാളങ്ങളെയാണ്. നാം അറിവിലൂടെ നേടിയ, നാം നമ്മുടെ വിദ്യാഭ്യാസത്തിലൂടെ നേടിയ, നാം നമ്മുടെ നസീഹത്തിലൂടെ നേടിയ എന്തൊക്കെ കാര്യങ്ങളാണോ നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്തിയത്, ആ പകർത്തിയ കാര്യങ്ങൾ ആളുകൾ കാണുകയും മനസ്സിലാക്കുകയും അത് നമ്മൾ അറിയാതെ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്ത കാര്യങ്ങൾ, അതിന്റെയും പ്രതിഫലം നമുക്ക് മരണശേഷവും രേഖപ്പെടുത്തി വെക്കുമെന്ന്. കാരണം ഖുർആൻ നൽകിയിരിക്കുന്ന ചിന്തിക്കുകയും ഗ്രഹിക്കുകയും കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ആളുകൾക്കാണ്. നിസ്സാരമായി തള്ളിക്കളയുന്ന ആളുകൾക്കല്ല, നിസ്സാരമായി ഒരു വില കുറച്ച് കാണുന്ന ആളുകൾക്കല്ല, ഗൗരവപൂർവ്വം കാണുന്ന, തെറ്റുകളെ തെറ്റായി ഗൗരവപൂർവ്വം കണ്ട് പശ്ചാത്തപിക്കുന്ന, പാപമോചനം തേടുന്ന, ബുദ്ധിയുള്ള ആളുകൾക്ക്, ഗൗരവപൂർവ്വം കാര്യങ്ങൾ ചിന്തിക്കുന്ന, മനസ്സിലാക്കുന്ന ആളുകൾക്ക് പ്രവാചകന്മാരുടെ കടമ എന്ന് പറഞ്ഞാലും ഒരു സത്യവിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കാൻ ചുമതലപ്പെടുത്തിയ കാര്യങ്ങൾ യഥാവിധി എത്തിച്ചു കൊടുക്കുക എന്നതാണ് ഒരു പ്രവാചകന്മാരുടെ കടമ. ഇനി പ്രവാചകന്മാരുടെ ചുമതല എന്ന് പറയുന്നത് അള്ളാഹുവിനെ കാണാതെ തന്നെ ഭയപ്പെടുകയും ഉത്ബോധനം പിൻപറ്റുകയും ചെയ്യുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകുക എന്നതാണ് ഒരു പ്രവാചകന്മാരുടെ ചുമതല എന്നുള്ളത്. അത് തന്നെയാണ് ഈ നസീഹത്തിലൂടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നീണ്ട 23 വർഷം കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുകയും എങ്ങനെയാണ് ഒരു വിശ്വാസിയുടെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നത് വളരെ കൃത്യമായി നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ അതിനേക്കാൾ കൂടുതൽ വർഷം ജീവിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. നമ്മുടെ ഉപ്പാപ്പമാരുണ്ട്, നമ്മുടെ കുടുംബക്കാരുണ്ട്, നമ്മുടെ നാട്ടുകാരുണ്ട്. അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഖുർആനിലൂടെ. ഇന്ന ഹാദൽ ഖുർആന ദഅവത്തും ബൈന അയ്ദീന കദാലിക. സത്യപ്രബോധനത്തിന് ആവശ്യമായ, നമ്മുടെ മാർഗനിർദ്ദേശത്തിന് ആവശ്യമായ ഖുർആൻ നമ്മുടെ കൈവശമുണ്ട്. വസീറത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുണ്ട്, ചരിത്രങ്ങളുണ്ട്. അത് ഹദിയത്തുൽ ഇൽമ്, അത് ഒരു ഹദിയയായിക്കൊണ്ട് നമ്മുടെ കൈവശമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫലം യഹബ് ഇല്ലാ ശഖ്സ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൗതിക ശരീരമല്ലാതെ നമ്മുടെ മുന്നിൽ അപ്രത്യക്ഷമായിട്ടില്ല. പിന്നെ നമുക്ക് പറ്റിയത് എന്താണ്? എന്തുകൊണ്ടാണ് നമുക്ക് ഗൗരവം ഖുർആനോടുള്ള സമീപനം
ദൈനംദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാം ആലോചിക്കേണ്ടതുണ്ട്. അറിയാത്ത കുറെ കാര്യങ്ങൾ പഠിച്ചുകൂട്ടി അറിവുള്ളവനായി മാറുക എന്നതിനേക്കാൾ അപ്പുറം അറിഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഏറ്റവും, ആ ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് സഹാബികൾ ആരും ഒന്നിൽ കൂടുതൽ കാര്യങ്ങൾ പ്രവാചകനോട് ഒരേ സമയം ചോദിച്ചിരുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ നമുക്ക് എന്താണ് പറ്റിയത്? എന്തുകൊണ്ടാണ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കാത്തത്? നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ നമുക്ക് സാധിക്കാത്തത്? ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾക്ക് തൗബ ചോദിക്കാൻ, ഒന്ന് മറിച്ച് ചിന്തിക്കുവാൻ, ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ഒരു ഗൗരവത്തോടു കൂടി പള്ളിയിൽ ഇരിക്കുവാൻ നമുക്ക് സാധിക്കാത്തത്? ചെയ്തു പോയ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഒരു തുള്ളി കണ്ണുനീരൊഴിക്കുവാൻ നമുക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? നമുക്ക് പേടിയാണ്. എന്റെ സുഹൃത്തുക്കൾ എന്നെ കളിയാക്കുമോ? എന്നെ ഒഴിവാക്കുമോ? എന്റെ മക്കൾ, സമ്പത്ത്, ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയാണ് നമുക്ക്. ചുറ്റുമുള്ള ആളുകളെ കണ്ട് നീ എന്ത് ചെയ്യണ്ട? വഞ്ചിതനാക്കേണ്ട. നീ മരിക്കുന്നത് ഏകനായിക്കൊണ്ടായിരിക്കും. നിന്നെ പുനർജീവിപ്പിക്കുന്നത് ഏകനായിക്കൊണ്ടായിരിക്കും. നിന്നെ വിചാരണ ചെയ്യുന്നതും നീ ഒറ്റക്കായിക്കൊണ്ടായിരിക്കും. പിന്നെ നിന്റെ ചുറ്റുമുള്ള ആളുകളെ കണ്ടിട്ട് നീ വഞ്ചിതനാവേണ്ട, നഷ്ടകാരിയായി പോകേണ്ട. യഥാർത്ഥ സത്യവിശ്വാസികളെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി മുനസ്സിലിൽ കിതാബ് അലാ ഖൽബി മുഹമ്മദിൻ നബിയിൽ അമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വറഹ്മത്തുൽ ലിൽ ആലമീൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. ഏറെ പ്രിയം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് യഥാർത്ഥ മുത്തക്കികളായി ജീവിക്കണമെന്ന് ഉപദേശിക്കുകയാണ്, തെക്കുവ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു ഏറ്റവും പവിത്രമാക്കിയ റമളാനിലെ അവസാനത്തെ 10 ഏറ്റവും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിക്കാവുന്ന ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷവും നമുക്ക് പ്രധാനപ്പെട്ടതാണ്. എപ്പോഴാണ്, ഏത് പ്രാർത്ഥനയാണ്, ഏത് യാമീനാണ് അള്ളാഹു സ്വീകരിക്കുക എന്ന് നമുക്കറിയില്ല. ഒരുപാട് ചീത്ത ചിന്തകളും ചീത്ത സ്വഭാവങ്ങളും നമ്മളിലേക്ക് കടന്നുകൂടിയിട്ടുണ്ട്. അറിയാതെ നമ്മുടെ മനസ്സ് ദുഷിച്ച കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ മോചനം നേടണമെങ്കിൽ നമ്മൾ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഒരു ദിവസം 70-ൽ കൂടുതൽ തവണ പാപമോചനം തേടിയിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. പിന്നെ നമുക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച അള്ളാഹു തിരഞ്ഞെടുത്ത പ്രവാചകൻ പോലും 70-ൽ കൂടുതൽ തവണ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ട് എങ്കിൽ, പാപമോചനം ചെയ്തിട്ടുണ്ട് എങ്കിൽ, നാം ഒന്ന് ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. നമ്മൾ എത്ര വട്ടം പറയേണ്ടി വരും? എത്ര തന്നെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കേണ്ടി വരും? നമ്മുടെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് അള്ളാഹുവിനോട് മാപ്പ് ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ദിനരാത്രങ്ങളാണ് ഇനിയുള്ളത്. ആ ഓരോ ദിവസവും ഗൗരവപൂർവം കണ്ട് അതിനെ ഉപയോഗപ്പെടുത്തണം. ആ ഉപയോഗപ്പെടുത്തുന്ന യഥാർത്ഥ മുത്തക്കിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.
നാഥ, ഞങ്ങൾ രോഗികളായ ആളുകളുണ്ട്, ഒരുപാട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്, അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ട്, പള്ളിയിൽ വരാൻ കഴിയാത്ത ആളുകളുണ്ട്. നാഥ, അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണേ നാഥ. നാഥ, ഞങ്ങൾ ഒരുപാട് അറിവുകൾ നേടുന്ന ആളുകളാണ്. ഈ നേടിയ അറിവ് ഉപകാരപ്രദമായ അറിവാക്കി നൽകണേ നാഥ. നാഥ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ നാഥ. നാഥ, ഞങ്ങളുടെ അമലുകൾ നീ സ്വീകരിക്കണേ നാഥ. നാഥ, യഥാർത്ഥ നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ മറുപടി പറയുമ്പോൾ നഷ്ടകാരികളിൽ, നാശകാരികളിൽ പെട്ടുപോകരുത് നാഥ. നാഥ, നിന്റെ യഥാർത്ഥ റയ്യാൻ എന്ന കവാടത്തിലൂടെ കയറി ചെല്ലാനുള്ള സൗഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ നാഥ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് തയ്യിബ് സറാഉം വജഅലിൽ ജന്നത വമഅവാഹും. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.